ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഓവറോൾ എനർജി എന്താണെന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 3യുടെ ചാം. 3 ഗ്രൂപ്പിന്റെയും ടൈം സ്റ്റാമ്പ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്ട് നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിലത്തെ ഓവറോൾ എനർജി എങ്ങനെയാകും എന്നുള്ളത് ആദ്യം നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ വേൾഡ് കാർഡ്. Clarify. Clarify the 8 of Pentacles. Clarify the Queen of Cups. ഓക്കെ, അണ്ടർലൈങ് എനർജി നമുക്ക് മെജീഷ്യൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കരിയറിൽ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായി നിൽക്കുന്നത് കാണുന്നു. ഓക്കെ, അതായത് ഒരു ശരിയായ ദിശാബോധം ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി ഒരു ജോലിയിലായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യമാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ. ഓക്കെ, അങ്ങനെ ഉണ്ടാകാം. ചിലപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഗോൾ ആണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടത്, ഇപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എങ്ങനെ എത്തണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, ഇതൊന്നും അറിയാത്ത ഒരവസ്ഥ. ചിലപ്പോൾ മൾട്ടിപ്പിൾ കരിയർ പാത്ത് മുന്നിലുണ്ടാവും, അതിൽ ഏതാണ് തനിക്ക് അനുയോജ്യമായത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ഞാൻ കാണുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഇല്യൂഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അടുത്ത 3 മാസത്തില് ഈ കൺഫ്യൂഷനും ഇല്യൂഷനും ഒക്കെ മാറി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം, ഓക്കെ, എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം, അത് എംപ്ലോയിഡ് ആണെങ്കിലും അൺഎംപ്ലോയിഡ് ആണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് അതിനായി പരിശ്രമിക്കുന്ന ഒരു സമയമാണ് ഇനിയുള്ള 3 മാസം. അപ്പൊ ആ കൺഫ്യൂഷൻ അവിടെ മാറുന്നുണ്ട്, ഇല്യൂഷൻസ് മാറുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ ധാരണ കിട്ടുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായ കരിയർ പാത്ത്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായ ഒരു ധാരണ, ആ ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും, വളരെ എന്താ പറയാ ഷാർപ്പ്, അല്ലെങ്കിൽ കുറേയും കൂടെ ആക്റ്റീവായിട്ട്, കുറേയും കൂടെ നിങ്ങളുടെ എന്താ പറയണ്ടേ 3D റിയാലിറ്റിയിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഷാർപ്പായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് നെക്സ്റ്റ് ഓരോ സ്റ്റെപ്പും, അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, അപ്പൊ നിങ്ങൾക്ക് ഓരോ ഗൈഡൻസ് കൃത്യമായി യൂണിവേഴ്സ് അതത് സമയങ്ങളിൽ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ടെൻഡൻസിയും കാണുന്നു. അപ്പൊ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഗട്ട് ഫീലിങ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, അതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതേസമയം നിങ്ങൾ ഒരു എന്താ പറയാ സംതിങ് ഈസ് ഹിഡൻ ആസ് വെൽ. ഈ ഒരു അൺനോൺ കാർഡ് 4 ഓഫ് പെന്റക്കിൾസും വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്
സംതിങ് എൽസ്, കുറച്ചും കൂടെ കാര്യമുണ്ട് ഈ എനർജിയിൽ. വേറൊരു കാര്യം കൂടെ ആക്ച്വലി ഉണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അത് വെൽ ഹിഡൻ ആണ്. അതായത് അതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അണ്ടർലൈങ് എനർജി മജീഷ്യൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം ഈ 2 കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാല് ഇപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ഹിഡൻ ആണ്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു ഹീലിംഗ് ആയിരിക്കാം, നിങ്ങളുടെ ഈ സ്ട്രഗിൾ എൻഡ് ചെയ്യുന്ന ഒരു രീതി ആയിരിക്കാം, നിങ്ങളുടെ കരിയറിൽ പുതിയ അധ്യായം തുടങ്ങുന്നതായിരിക്കാം. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെൽ ഹിഡൻ ആണ്. അപ്പൊ യൂണിവേഴ്സ് എന്താ പറയണെന്ന് ചിത്രം അറിയാം, ഒരു സർപ്രൈസ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു 3 മാസത്തില്. ആ സർപ്രൈസ് എന്താണെന്നുള്ളത് കറക്റ്റ് ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കും. ഓക്കെ, അതിന് മുൻപ് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സൂചനകളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു സയൻസ് യൂണിവേഴ്സ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യൂണിവേഴ്സിന്റെ ടൈമിങ്ങിനെ വിശ്വസിക്കാൻ പറയുന്നു, ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഇപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ അത്രമേൽ നിങ്ങൾക്ക് അത്ര തീവ്ര ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ കരിയറിൽ. അത് നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും അത് നിങ്ങളുടെ എന്താ പറയാ, അത് സഫലീകരിക്കപ്പെടുന്നുണ്ടാവില്ല. മനസ്സിലാക്കുക, ആ ഒരു ഡിലേ അത് ഡിവൈൻ പ്ലാൻ പ്രകാരം നടക്കുന്ന ഒരു ഡിലേ ആണ്. കാലതാമസം എന്ന് പറയുന്നത് വേറൊരു കാരണം കൊണ്ടല്ല, അത് നടക്കേണ്ട ഒരു സമയമുണ്ട്. അതിലേക്ക് ആ ഒരു മൊമെന്റിൽ മാത്രമേ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് ആക്ച്വലി ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആണ്. ഓക്കെ, ഡിവൈൻ്റെ പദ്ധതി പ്രകാരം തന്നെയാണ് ഈ ഒരു കാലതാമസം നിങ്ങൾ അനുഭവിക്കുന്നത്. അതിൻ്റെതായ റീസൺ ഉണ്ട്. അത് എപ്പോഴാണോ ഈ ഒരു സർപ്രൈസ് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയും കൂടെ വ്യക്തമാവുന്നതാണ്. ഇത്രയും മനസ്സിലാക്കുക. അടുത്ത 3 മാസത്തിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ കരിയറിലെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലെസ്സിങ്സ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഗൈഡൻസ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ദിശാബോധം, വ്യക്തമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത, അത് നിങ്ങൾ എന്താണ് അടുത്തതായി ആക്ഷൻ എടുക്കേണ്ടത്, എന്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏത് ലക്ഷ്യത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, ഏത് കരിയർ പാത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത്, ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത അടുത്ത 3 മാസത്തിൽ ലഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും. ആ ആക്ഷൻ എടുക്കുക. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആകരുത്, ഡിസ്ട്രാക്ഷൻ പാടില്ല. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾ അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഈ ഒരു 3 മാസത്തിൽ കടക്കുന്നത്. ഓക്കെ, അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും പുതിയൊരു ചാപ്റ്റർ, പുതിയൊരു ജോലി അങ്ങനെയൊന്നും അവിടെ നിന്ന് നിർബന്ധമില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പുതിയ ഘട്ടം എന്ന് പറയുന്നത് വെച്ചാല്, ഇപ്പോഴുള്ള കൺഫ്യൂഷൻസും ഇല്യൂഷൻസും എല്ലാം മാറി കുറേം കൂടെ വ്യക്തമായ ഒരു സമയത്തിലേക്ക്, കുറേം കൂടെ വ്യക്തതയുള്ള, കുറേം കൂടെ കൃത്യമായിട്ട് ഒരു ദിശാബോധമുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ മാറുന്നു. അതാണ് ഇവിടുത്തെ ആ ഒരു ചേഞ്ച്. ഓക്കെ, അപ്പൊ ആ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ, കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ആവശ്യമായ വിശ്രമവും നിങ്ങൾക്ക് നൽകണം. ഓക്കെ, നിങ്ങൾ കൃത്യമായ വിശ്രമം എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ആ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഓക്കെ, ശരീരത്തിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ കൃത്യമായി ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെ. പിന്നെ നിങ്ങളുടെ ഈ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു സജഷൻ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ പ്രത്യേകം ഒരു സ്വപ്നമോ ലക്ഷ്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അത് നേടിയെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ചുറ്റുള്ളവർ അറിയാലോ. ഓക്കെ, അറിയേണ്ടവരറിയും. നിങ്ങളായിട്ട് ഞാൻ ഇന്നതാണ് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഇന്നതിനാണ് പരിശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നമുക്കുണ്ടാകുന്ന ബ്ലെസ്സിങ്സ്, നമുക്കുണ്ടാകുന്ന വിജയങ്ങൾ, അതെല്ലാം നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്. അതാണ് ഇവിടെയും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുകയാണ്, പക്ഷെ കേൾക്കുന്നവരെല്ലാവരും തന്നെ അതിൽ നിങ്ങളെപ്പോലെ തന്നെ സന്തോഷിക്കണം എന്ന് നിർബന്ധമില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, അതൊരു പുറമേ കാണിക്കണമെന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് ഈ 3 മാസത്തില്, ഇനിയുള്ള അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കരിയറിൽ ലഭിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, clarify the King of Cups. Ace of Swords. Okay. Clarify that. Clarify the death.
ഓക്കെ, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആണെങ്കിലും ഇനി പ്രതീക്ഷിച്ച സമയത്തല്ല, അതിന് നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു ഫുൾ എനർജിയിലായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനിയുള്ള 3 മാസത്തിലെ അതിനെല്ലാം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒന്നും ആവശ്യമില്ല. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക. ആദ്യത്തെ റോളിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സെൻസ് ഒരു പുതിയ തുടക്കം. ഓക്കെ, നമ്മൾ എനർജിയിൽ ആ ഒരു പുതിയ തുടക്കത്തിന്റെ സ്ട്രോങ് ആയിട്ട് എവിഡൻസ് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു മാറ്റം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി കുറേം കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. ഈ കിങ് ഓഫ് കപ്സ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ, കിങ് ഓഫ് കപ്സും ഏസ് ഓഫ് സോഡ്സും വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ജോലിയില് ഓൾറെഡി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയില് ഒരു ഉയർച്ച, അടുത്ത ലെവലിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ മികച്ച ഒരു ജോലിയുടെ ഒരു ഓഫർ മികച്ച ഒരു കമ്പനിയിൽ നല്ലൊരു സാലറി പാക്കേജോട് കൂടെ നിങ്ങളെ തേടിയെത്താം. ഇനി ജോലി ഇല്ലാത്തവരാണ്, ജോലിക്ക് പരിശ്രമിക്കുന്നവരാണെങ്കിൽ ആ ജോലി ലഭിക്കാം. ഓക്കെ, PSC ഒക്കെ എഴുതുന്നവരാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യത, അങ്ങനെ മനസ്സിലായോ? അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ആണ് എനിക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. കാരണം ഏസ് ഓഫ് സോഡ്സ് ആണ്, അത് സക്സസ്, വിക്ടറി എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ കിങ് ഓഫ് കപ്സിന്റെ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഒരു അച്ചീവ്മെന്റ് കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇത് എന്ത് തന്നെയാണ് ഈ വരുന്ന ഓഫർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ കുറേ കൂടെ സമാധാനം നിറഞ്ഞ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതൊരു എന്താ പറയണ്ടേ, ഒരു വഴിത്തിരിവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കരിയറിൽ. കാരണം നിങ്ങൾക്കൊരു ഡെഫിനറ്റ്ലി ഒരു റീബർത്ത് സിറ്റുവേഷൻ ആണ്. കാരണം ഡെത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം അവസാനിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിലെ, അടുത്ത കാലഘട്ടം തുടങ്ങുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ. അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ആ വ്യക്തത കിട്ടിയിട്ട് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ആ പരിശ്രമത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്താനായിട്ട് സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ സർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ ആക്കി വെച്ചിട്ടുള്ളത് അതിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അതെങ്ങനെ എന്തെന്നുള്ളതൊക്കെ അത് യൂണിവേഴ്സിന്റെ കയ്യിലാണ്. നമ്മൾ അതിലേക്ക് കൂടുതൽ ഡീപ്ലി ഡൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എസ്പെഷ്യലി അത് സർപ്രൈസ് ആണ്, ഹിഡൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും വീണ്ടും എന്താ പറയാ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാം നമ്മളെ മുന്നേ കൂട്ടി അറിയണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതാ, എങ്ങനെയെങ്കിലും അറിയണം, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണം നടക്കാൻ പോണേനും കാര്യത്തിനെ കുറിച്ചിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് അപ്പോഴേ മനസ്സമാധാനം ഉള്ളൂ എന്നുള്ളൊരു ചിന്ത. പക്ഷെ അത് അറിഞ്ഞോ അറിയാതെയോ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം അവിടെ, അങ്ങനെ അറിയാൻ ശ്രമിക്കുമ്പോൾ. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് വ്യക്തത ഉണ്ടാവും. അവരതെല്ലാം യൂണിവേഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ പരിശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ വരവിന്, ആ ഒരു ആഗ്രഹത്തിന്റെ സബലീകരണത്തിനെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ഇവര് ശ്രമിക്കില്ല. അത് ഏറ്റവും മികച്ച രീതിയിൽ മികച്ച സമയത്ത് യൂണിവേഴ്സ് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന ഉറപ്പ് അവർക്കുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ഫുള്ളി സറണ്ടർ ആണോ യൂണിവേഴ്സിൽ എന്നറിയാൻ ഈ ഒരൊറ്റ കാര്യം നോക്കുക. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നടക്കാൻ സാധ്യത, എപ്പോഴാണ് നടക്കാൻ സാധ്യത, എങ്ങനെയാ വരിക, എന്താ വരിക, ഇങ്ങനെ അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി. എന്തെങ്കിലും ഒരു കാര്യം നടക്കും എന്ന് പറഞ്ഞാലും അതിനെ കുറിച്ചൊരു അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയാലും പിന്നെ കുറച്ചാൾ വെയിറ്റ് ചെയ്തിട്ട് എന്താ നടക്കാത്ത അങ്ങനത്തെ ഒരു അറിയാനൊരു, അതായത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും പ്രിപ്പയർ ചെയ്തിരിക്കാനാണ് എന്നാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവരോട് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാം, നിങ്ങളോട് ജസ്റ്റ് ചോദിച്ചാൽ എന്തിനെങ്ങനെ ഭാവി നടക്കാനുള്ള കാര്യങ്ങൾ മുന്നേ അറിയാനൊരു ടെൻഡൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും പറയാം ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കാലോ എന്നുള്ളതാണ്. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാണ്. അവർക്കൊരു വിശ്വാസക്കുറവുണ്ട്. അവരൊന്നിലും അവരെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നില്ല. യൂണിവേഴ്സിൽ പോലെ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവരെ എല്ലാം അറിഞ്ഞിരിക്കണം. അവരാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അവർ മുന്നേ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാലോ അവർക്ക് നഷ്ടപ്പെട്ടാലോ അങ്ങനത്തെ ഒക്കെ ഭയങ്ങളും ഉള്ളിലുണ്ട്. ഓക്കെ, അതവരുടെ തെറ്റല്ല, അവർ ആ സ്പിരിച്വൽ പാത്തിൽ കുറെ കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഡൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് റിലീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ ഒരുപാട് റീഡിങ്സ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നതാണ് ഈ ഒരു ചാനലിലൂടെ പ്രത്യേകിച്ച്. അപ്പൊ അതിൽ പറയുന്ന ഗൈഡൻസസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ആ ഒരു സറണ്ടറിങ് എനർജിയിലേക്ക് നിങ്ങൾ ഒരുപാട് കുറെയൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും.
ഓക്കെ, അപ്പൊ ആ ഒരു എനർജിയിലായിരിക്കണം നമ്മൾ. അപ്പോ ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കുറേയും കൂടെ ഒരു ബാലൻസ്, ഒരു ഹാർമണി നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരിക. ഓക്കെ, കരിയറിൽ കുറേ കൂടെ ഒരു സമാധാനം നിറഞ്ഞ സമയമാണ്. കുറേ കൂടെ എല്ലാം ഇങ്ങനെ എന്താ പറയാ കറക്റ്റ് ആയിരിക്കുക എന്ന് പറയില്ലേ, എവറിത്തിങ് ഫോൾ ഇൻ ടു പ്ലേസസ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ. അതായത് എല്ലാം നടക്കേണ്ട പോലെ നടക്കുക, എല്ലാം വെൽ സെറ്റിൽഡ് ആയ ഒരു ഫീൽ നിങ്ങൾക്ക് കരിയറിൽ. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാറ്റം അത് നിങ്ങൾക്ക് എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതായത് ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ മാറ്റം വന്നിരിക്കണം. ഓക്കെ, ഈ ഒരു മാറ്റത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു എനർജറ്റിക്കലി നിങ്ങൾ അലൈൻഡ് ആയിട്ടുണ്ടായിരിക്കും. അതിനോട് ഒരു 100%. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പറയുന്ന മാറ്റം അത് ഒറ്റ അവസരമായിട്ട് ആയിരിക്കില്ല, ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ അവസരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കരിയറിൽ ഒരു മനസ്സമാധാനം നിറഞ്ഞ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ചിലവർക്ക് ഇതിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ മുന്നിൽ ഉണ്ടാകാം. അപ്പോൾ അതിൽ ഏത് അവസരമാണോ നിങ്ങൾക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് അതിനെ സ്വീകരിക്കാൻ മുന്നോട്ട് പോകുക. മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതുള്ളൂ. യെസ്, അണ്ടർലൈങ് എനർജി എന്ന് പറയുമ്പം 4 ഓഫ് പെന്റക്കിൾസ് ആണ്. അഗൈൻ നിങ്ങളുടെ ആ ഡിവൈൻ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറയണത്. ഇനി മൾട്ടിപ്പിൾ ഓഫേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഏത് ഓഫറിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്ന് നോക്കുക. ആ ഓഫറിനെ സ്വീകരിക്കാൻ മുന്നോട്ട് പോകുക. അത് തെറ്റില്ല. ഓക്കെ, അത് കറക്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങളോട് ആവശ്യപ്പെടുക നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്നതിനുമാണ് നിങ്ങളോട് അത് ആവശ്യപ്പെടുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ടാകണം. അപ്പൊ ഇതാണ് ഈ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ കരിയറിലെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ഏറ്റവും അവസാനം എടുക്കാം. നമുക്ക് ആദ്യം യെസ്, നിങ്ങൾ ജനിച്ചിട്ടുള്ള ദിവസം, നിങ്ങളുടെ ജനന തീയതി എന്ന് പറയുന്നത് 7, 11, 15, 27 ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജന്മനക്ഷത്രം നിങ്ങളുടെ പൂയം ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കർക്കിടകം രാശിയിൽ ജനിച്ച ആളായിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ. ഓക്കെ, ക്യാൻസർ പ്ലേസ്മെന്റ് സോഡിയാക് സൈൻ നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. ഇനി നിങ്ങളുടെ പേരിന്റെ അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഈ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നാകാം. എ, ച, ജ, ഓ. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ലെറ്റേഴ്സ് കിട്ടുമ്പോൾ അതുമായി കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് ആദ്യം തന്നെ മലയാളത്തിൽ എഴുതി വെക്കാം. ഓക്കെ, കറക്റ്റ് അതിന്റെ ശരിയായ രീതിയിൽ അത് എഴുതി വെക്കാം. നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരോട് ചോദിക്കാം, അതിലൊന്നും ഒരു മടി വിചാരിക്കണ്ട. എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആൽഫബറ്റ്സിന്റെ കുറേ കൂടെ നമുക്ക് ഫെമിലിയർ ആവാനായിട്ട് സാധിക്കും. പേഴ്സണലി ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കൂടെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ മലയാളം ആൽഫബറ്റ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പറയുന്ന അതേ ഫ്ലുവൻസിയിൽ പറയാൻ പറ്റുന്നവർ വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റിച്ച വളരെ നല്ല കാര്യം. പക്ഷെ അത് പറ്റാത്തവരും ഉണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ അവരതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ജനന തീയതി, നിങ്ങളുടെ ജന്മനക്ഷത്രം അല്ലെങ്കിൽ നിങ്ങളുടെ രാശി, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ഇത് എക്സ്ട്രാ കൺഫർമേഷൻ വേണം എന്നുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ മെസ്സേജസ് നിങ്ങളുടെ കറന്റ് എനർജിയുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇത് നിങ്ങളുടെ ഫയലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്.
അല്ലാണ്ട് ക്യാപ്സ്യൂൾ ക്ലൂസിന്റെ മാത്രം ബേസിലല്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് കമന്റ് സെക്ഷനിൽ വരാറുണ്ട്. അയ്യോ എന്റെ നമ്പർ കണ്ടില്ല, അല്ലെങ്കിൽ എന്റെ ജനനതീയതിയോ അങ്ങനെയൊന്നും കണ്ടില്ല, അപ്പൊ ഇത് എനിക്കുള്ള ഫയലല്ലേ എന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ മെസ്സേജിലും എന്താ പറയുക ശ്രദ്ധ കൊടുക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. അത് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള, നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് വളരെയധികം ഒരു സാമ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് നിങ്ങൾക്കുള്ള സന്ദേശം, അതാണ് നിങ്ങൾക്കുള്ള ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലും അവൈലബിൾ ആണ്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ കരിയറിൽ അടുത്ത 3 മാസത്തിലുള്ള ഓവറോൾ എനർജി എങ്ങനെയാണ്? ഓക്കെ, അണ്ടർലൈങ് എനർജി സൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറേ കൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജറ്റിക്കൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു നെക്സ്റ്റ് 3 months. ഓക്കെ, എനർജി പൊതുവെ കുറേ കൂടെ പ്ലസന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് നല്ലൊരു എനർജി, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അടുത്ത 3 മാസത്തില്. അപ്പോൾ ഞാൻ ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് കാണുന്നു നിങ്ങളുടെ കരിയറിൽ. ഈ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റോട് കൂടിയാണ് വരുന്നത്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതായത് നിങ്ങൾ ആഗ്രഹിക്കാത്തത് എന്നല്ല പറയണേ, ഈ ഒരു അച്ചീവ്മെന്റ്, ലെവൽ ഓഫ് അച്ചീവ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, അപ്പോഴൊന്നും അത് കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരു കാര്യം, പക്ഷെ അത് ഏറ്റവും മികച്ച രീതിയിൽ, മുൻപൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടാതെ പോയതിനേക്കാളും മികച്ച രീതിയിൽ ആ ഒരു നേട്ടം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ, ഒരു അംഗീകാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ ഒരു വിജയം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ഓക്കെ, അപ്രതീക്ഷിതമാണ്. അതായത് നിങ്ങൾക്ക് അത് വളരെ സർപ്രൈസ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ഈ ഒരു വിജയം അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇതിന് ഒരുപാട് കാത്തിരുന്നതാണ്, ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചതാണ്, പക്ഷെ ഇത്രയും മികച്ച രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കരിയറിൽ ഇത് സംഭവിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അവിടെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഗുഡ് ന്യൂസ്, വളരെ ഒരു ഗുഡ് ന്യൂസ്, അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നിങ്ങളുടെ കരിയറിൽ കുറേ കൂടെ നിങ്ങൾക്ക് സ്ഥിരത കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഗുഡ് ന്യൂസ്. ഇതൊരു അച്ചീവ്മെന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് സക്സസ് ആണ് കരിയറിൽ ഈ വരുന്നത്. ഓക്കെ, കാരണം ഈ ഒരു ഗുഡ് ന്യൂസിലൂടെ നിങ്ങൾക്ക് ഒരു പബ്ലിക് റെക്കഗ്നിഷൻ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നു. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറെ അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും നോട്ട് ചെയ്യുന്നു നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുഡ് ന്യൂസ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസ്, ഇതെല്ലാവരും നോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ,
അല്ല ഒരു നോട്ട് ചെയ്യുക, അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അതിനൊക്കെ ഉള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾ അത്രയും സ്വപ്നം കാണുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് യൂണിവേഴ്സിൻ്റെതായ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് എന്താ പറയാ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കുറേയും കൂടെ എളുപ്പത്തിലായിരിക്കാം ഈ ഒരു കാര്യം, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടായിരിക്കാം ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ഈ ഒരു വിജയം, ഈ ഒരു ഗുഡ് ന്യൂസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു ഓൺലൈൻ ത്രൂ ആണ് കിട്ടുന്നത് നമുക്ക് കണ്ടു. ഇതിലൂടെ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് കൂടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം പിന്നെ കുറേയും കൂടെ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് നിങ്ങളുടെ കരിയറിൽ. നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ആക്ഷൻസ്, ചില ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നത് കാണുന്നു. ഓക്കെ, ആ ഒരു കുറേയും കൂടെ ഇനാക്റ്റീവ് ആയിരുന്നു നിങ്ങളുടെ കരിയർ. ഈ ഒരു നിമിഷം വരെ നിങ്ങൾ കരിയർ എന്ന് പറയുമ്പോൾ അത്ര ആക്റ്റീവ് അല്ലായിരുന്നുവെങ്കിൽ ഇനിയുള്ള 3 മാസം നിങ്ങൾ കുറേയും കൂടെ ആക്റ്റീവ് ആയിരിക്കും, പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഓക്കെ, കുറേയും കൂടെ ഒക്യുപ്പൈഡ് ആയിരിക്കും, തിരക്കിലായിരിക്കും നിങ്ങൾ കരിയറിൽ, അങ്ങനെ കാണുന്നുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു സക്സസിന്റെ ഭാഗമായിട്ടാണ്, അതിലൂടെ ഉണ്ടാകുന്ന പ്രോഗ്രസിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കുറേയും കൂടെ തിരക്കിലാകുന്നത്. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഇൻഡിസിഷൻ എനർജി ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, അത് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല, ഏത് വഴി കൂടെ പോകണം എന്നറിയില്ല, ഇനി എന്താകും എന്നറിയില്ല, അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റാത്ത, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഓക്കെ, ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. അതായത് ഞാൻ ഇനി എന്ത് ചെയ്താലാണ് എനിക്ക് എൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു സ്റ്റാഗ്നൻസിയിൽ നിന്ന് എനിക്ക് ലാക്ക് ഓഫ് പ്രോഗ്രസ്, ഇപ്പൊ എൻ്റെ കരിയറിൽ ഒരു പുരോഗതി ഇല്ലാതിരിക്കുകയാണ്, ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു വഴി തെളിയുന്നില്ല. അപ്പൊ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കുറേ കൂടെ നിങ്ങൾ ട്രാപ്ഡ് ആയ ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് ഹീൽ ആകുകയാണ്. ഓക്കെ, ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ആ വീക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ ഇൻഡിസൈസീവ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി കുറേ കൂടെ ബാലൻസ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിക്കുന്നു. കുറേ കൂടെ സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കുറേയും കൂടെ നിങ്ങൾ പ്രതീക്ഷ നിങ്ങളുടെ ഉയരുന്നു. ഒരു റിന്യൂവൽ എനർജി, ഓക്കെ, ഒരു പുതുമ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് കരിയറിൽ. വളരെ ഒരു റിഫ്രഷിങ് എനർജി നിങ്ങളുടെ കരിയറിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റാഗ്നൻസി ഇല്ലാതെയാവാണ്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുകയാണ്, എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഏത് ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് പാതയിലൂടെ പോകണം, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണ്. മനസ്സിലായോ? അപ്പൊ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജി ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ഒരു ഹീലിംഗ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, ആനന്ദം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള കാരണങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഒരുപാട് ഗുഡ് ന്യൂസസ് തേടിയെത്തുന്നുണ്ട്. നല്ല എന്താ പറയാ, പ്രധാനപ്പെട്ട ചില പരിപാടികളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില വ്യക്തികളോടൊപ്പം നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനായിട്ട് കരിയറിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളുടെ, കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുടെ ഭാഗമാകാനൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട് ഇനിയുള്ള ഈ 3 മാസത്തിൽ. ഓക്കെ, കുറേ കൂടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നമ്മൾ പറഞ്ഞ പോലെ സൺ കാർഡാണ് അണ്ടർലൈങ് എനർജി ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കൂടെ പേഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോവുക, ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാം. ഓവർ എക്സൈറ്റഡ് ആകാനൊന്നും പാടില്ല. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പ്രതീക്ഷയും കൈവിടരുത്. കാരണം അടുത്ത 3 മാസത്തിൽ ഷിഫ്റ്റ് ഉണ്ട്, ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ചേഞ്ച് ഉണ്ട്. അത് തുടങ്ങുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പോൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കമ്മ്യൂണിക്കേഷനും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാരിറ്റി എന്താണെന്ന് അതൊക്കെ തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും തോറും നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുകയാണ് ചെയ്യുക. ഓക്കെ, ആ ആലോചിക്കും തോറും നിങ്ങളുടെ സ്ട്രെസ് കൂടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. യൂണിവേഴ്സിന് അത് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സിനോട് പറയാം, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഇതിലൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി നൽകണം, എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിനെ യൂണിവേഴ്സിനെ സമർപ്പിക്കുക. അത്രയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രതീക്ഷ കൈവിടാതിരിക്കുക. അതായത് ഭാവിയെക്കുറിച്ച്, കരിയറിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുക, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കാം. നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ കുറിച്ച്, പ്രത്യേകിച്ച് നടക്കാനിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ഏത് രീതിയിലാണ് കണ്ടിന്യൂസ്ലി ചിന്തിക്കുന്നത്, ആ രീതിയിലാണ് ആ കാര്യം സംഭവിക്കാൻ സാധ്യത. കാരണം നമ്മൾ എന്ത് എനർജിയാണ് അതിലേക്ക് കൊടുക്കുന്നത്, ആ എനർജി തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക.
ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഇനിയുള്ള 3 മാസത്തില് നിങ്ങളുടെ കരിയറിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ. കിങ് ഓഫ് വീൽസ് തന്നെയാണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ക്ലാരിഫൈ ദ കിങ് ഓഫ് വീൽസ്. Clarify the Three of Cups. Okay. അണ്ടർലൈങ് എനർജി 4 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ അഗെയിൻ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം. ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ എംപ്രസ് കാർഡാണ് കണ്ടത്. അബണ്ടന്റ് ആയിട്ടുള്ള ടൈം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയം, നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് കരിയറിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനിയുള്ള 3 മാസം എന്ന് കാണുന്നു. കരിയറിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരത ഉണ്ടാകുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. അപ്പൊ ജോലിയിൽ നിങ്ങൾ ഒന്നും കൂടെ, ഓൾറെഡി ജോലിയിലുള്ളവർ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്കൊക്കെ എത്താനും ഒക്കെ അങ്ങനെ കാണുന്നുണ്ട്. കുറേ കൂടെ നിങ്ങൾക്കൊരു പവർഫുൾ പൊസിഷനിൽ നിങ്ങൾ കരിയറിൽ ആയിരിക്കാൻ ഒരു സാധ്യത കാണുന്നു. ജോലി ഇല്ലാത്തവർക്ക് സ്ഥിരം ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ സ്വപ്ന സാക്ഷാത്കാരം എന്നാണ് നമുക്ക് പേജ് ഓഫ് വാൻസ് കാണുമ്പോൾ കിട്ടുന്നത്. പേജ് ഓഫ് വാൻസിന്റെ കൂടെ ഈ 3 ഓഫ് കപ്സും കിങ് ഓഫ് വീൽസ് ഒക്കെ കൂടെ വരുമ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് അതാണ്, സ്വപ്ന സാക്ഷാത്കാരം. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓക്കെ, അത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സഫലീകരിക്കുന്നതിന്റെ എല്ലാ സൂചനകളും എല്ലാ സാധ്യതകളും നമുക്ക് കരിയറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ആഗ്രഹ സഫലീകരണത്തിലൂടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ നേടുന്നതിന്, പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നതിന് അത് വഴിയൊരുക്കുന്നുണ്ട്. ഓക്കെ, പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ നേടുന്നു, പുതിയ സ്കില്ലുകൾ പഠിക്കുന്നു. അങ്ങനെ കുറെ കൂടെ നിങ്ങൾക്ക് ആ കരിയറിൽ ഇനി ഭാവിയിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും നിങ്ങളെ സഹായിക്കുന്ന അറിവുകളൊക്കെ നേടാൻ നിങ്ങൾക്ക് അതിലൂടെ അവസരം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഉണ്ടാകുന്ന ഈ ഒരു ആഗ്രഹ സഫലീകരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സമാധാനം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സംഭവിക്കുന്ന ആ ഒരു മാറ്റം അത് നിങ്ങൾക്ക് ഒരുപാട് സമാധാനം നൽകുന്നുണ്ട്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ കുറേയും കൂടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറേ കൂടെ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു. Clarify the Justice. Okay. Clarify the Four of Swords, the Star. Again healing energy. Okay, സ്റ്റാർ കാർഡ് നിങ്ങൾക്ക് ഓവറോൾ എനർജിയിലും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ സൂചനകൾ, നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായ സൂചനകളാണ് ഉണ്ടാകുന്നത്. അടുത്ത 3 മാസത്തില് നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ടൈമിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, യെസ്, 6 ഓഫ് വാൻസ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻസി, ഒരു ഡിലേ ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾ കൈവിടാതെ നിങ്ങൾ അതിനെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേട്ടം അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഹാർഡ് വർക്ക് വെറുതെ ആണ്, അതൊരു കാര്യമില്ല, അങ്ങനത്തെ ഒരു തോന്നൽ വേണ്ട. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ പരിശ്രമത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഈ അടുത്ത 3 മാസത്തിനുള്ളിൽ അനുഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു അബണ്ടൻസ്, പ്രോസ്പെറിറ്റി, സക്സസ് ആണ് നിങ്ങളുടെ കരിയറിൽ ഇനി നിങ്ങൾക്കുള്ള 3 മാസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ കൂടെ, ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരത നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കുറേ കൂടെ മനസ്സമാധാനം ഉണ്ടാവുന്നു, കുറേ കൂടെ നിങ്ങൾ കരിയറിൽ നിങ്ങൾ ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു, കുറെ ഒരു വളർച്ച, പുരോഗതി, ഓക്കെ, വിജയം, നേട്ടം ഒക്കെ കാണുന്നുണ്ട്. ഈ വരുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഓക്കെ, ഒരു നിമിഷം പോലും നിങ്ങൾക്ക് അർഹതയില്ല അല്ലെങ്കിൽ ഞാൻ ഇതിന് അർഹതപ്പെട്ടതാണോ അങ്ങനത്തെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടതില്ല. നിങ്ങൾക്ക് അത് അത്രയും അർഹതപ്പെട്ടതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ന്യായമായ പുരോഗതിയും വിജയങ്ങളുമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വെറും ഭാഗ്യം കൊണ്ട് മാത്രം ലഭിച്ചതല്ല എന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെയും കൂടെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറേയും കൂടെ നിങ്ങൾ വളരെ പീസ്ഫുൾ ആവുന്നുണ്ട്. നമുക്ക് ഈ കാർഡ് നമ്മൾ അണ്ടർലൈൻ എനർജി ആയിട്ട് കണ്ടതാണ്. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കും. ഈ അടുത്ത 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേയും കൂടെ റിലാക്സ്ഡ് ആണ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കുറേയും കൂടെ നിങ്ങൾ എന്താ പറയണ്ടേ, ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഹീൽഡ് എനർജി കാണുന്നുണ്ട്. അപ്പൊ കരിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഹീൽ ആകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ആയിക്കൊണ്ട്, ഓക്കെ, മുൻപ് കരിയറിൽ ഉണ്ടായിട്ടുള്ള വൂൺസ്, ട്രോമാസ് അതൊക്കെ ഹീൽ ആയിക്കൊണ്ട്
നിങ്ങളുടെ ഒരു ഹീൽഡ് വേർഷനിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് കുറേയും കൂടി ഒരു പ്രതീക്ഷയും വിശ്വാസം ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. കരിയറിനെ സംബന്ധിച്ച്, നിങ്ങളുടെ കരിയറിലെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേയും കൂടി പ്രതീക്ഷ ഉണ്ടാവുന്നു. നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അത് നടക്കും, ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും എന്നൊരു വിശ്വാസം നിങ്ങളിൽ ഊട്ടിയുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കരിയറിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് അത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളെ ലൈം ലൈറ്റിൽ നിർത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നിങ്ങൾ ജനിച്ചത് ഇടവ മാസത്തിലായിരിക്കാം. നിങ്ങളുടെ ജനന തീയതി എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 21 ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിലെ ഈ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മുന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ 212 എന്ന ഏഞ്ചൽ നമ്പർ ഇങ്ങനെ റിപ്പീറ്റഡ്ലി കാണുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ് കേട്ടോ, ഇത് നിങ്ങൾക്കുള്ള ഫയലാണെന്നുള്ളതിന്റെ. പിന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് പൂരം, തൃക്കേട്ട, അശ്വതി, ഇതിൽ ഏതെങ്കിലും ഒന്നും ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജനിച്ചത് തുലാം രാശിയിലോ കുംഭം രാശിയിലോ ആയിരിക്കാം. അല്ലെങ്കിൽ തുലാം രാശി കുംഭം രാശി നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം കേട്ടോ. പിന്നെ നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാം. എ, ഹ, ങ, ഇൻ, ജ, ഓ, ഥ, ഐ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഫീഡ്ബാക്സ് പറയുമ്പോൾ അല്ലെങ്കിൽ കമന്റ്സ് ഇടുമ്പോൾ ഒരു മാന്യമായ രീതിയിൽ എഴുതിയിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും നല്ല പറയണേ. ചുരുക്കം ചിലര് അനാവശ്യമായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എഴുതിയിടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതിനെ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. അതായത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറില്ല. നമുക്ക് അങ്ങനെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ചിലർ റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ചന്ദ്രകണ്ഠ ടാരോട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഓക്കെ, അങ്ങനെ ഈ അനാവശ്യമായിട്ട് കമന്റ്സ് ഇടുന്നവരുടെ അടുത്ത് പ്രതികരിക്കുന്നത് കാണാറുണ്ട്. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അതവിടെ അറിയിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷമാണ് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കാണുക. ഓക്കെ, വിശ്വാസമുള്ളവർ കാണട്ടെ, മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു പാഠം. എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസങ്ങളുണ്ട്. പരസ്പരം അത് മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എൻ്റെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയെ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇടപെടാം, പ്രതികരിക്കാം. ഓക്കെ, അത് ന്യായമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിലേക്ക് ഇടപെടേണ്ടതില്ല. മനസ്സിലായോ? പരസ്പരം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശരിയായ ഒരു രീതി. അപ്പോൾ ആ രീതി പിന്തുടരാനായിട്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയുന്നില്ല. ഇടയ്ക്കും തലയ്ക്കും ചിലർ വരും വളരെ മോശമായിട്ട്. അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇങ്ങനത്തെ മോശം കമന്റ്സ് ഇടുമ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിത്വമാണ് മറ്റുള്ളവർ കാണുന്നത്. എന്താണ് നിങ്ങൾ എന്നുള്ളതാണ് ആ ഒരു കമന്റ്സിലൂടെ അവർ കാണുന്നത്. ഓക്കെ, അത് എന്നെയോ നിങ്ങൾ ആർക്കെതിരെയാണോ മോശം കമന്റ് ഇടുന്നത് അവരെയോ അത് ബാധിക്കില്ല. മനസ്സിലായോ? അനാവശ്യമായിട്ട് പറയുമ്പോൾ എന്തൊരു കാര്യം നമുക്ക് നല്ല രീതിയിൽ മാന്യമായിട്ട് പറയാലോ. അമാന്യത കീപ്പ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചന്ദ്രകണ്ഠ ടാരോട്ടിന്റെ വീഡിയോസിന്റെ താഴെ കമന്റ്സ് ഇട്ടാൽ മതി. അതല്ലാതെ പറ്റില്ല, എന്നെ കൊണ്ട് മോശമായ രീതിയിലേ സംസാരിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യാതിരിക്കുക. അല്ലാത്ത പക്ഷം ഇനി കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യാം.
നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അപ്പൊ കണ്ടിന്യൂസ് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ യൂട്യൂബ് എടുത്തു മാറ്റുന്നതാണ്, കമന്റ്സ് ഇടുന്നവരുടെ. ഓക്കെ, മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരുടെ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ഒഴിവാക്കാലോ, എന്തിനാണ് വെറുതെ, നമുക്കത് ഒഴിവാക്കാം. അപ്പോ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഒരു ഒരു പർട്ടിക്കുലർ സബ്സ്ക്രൈബർ ആയിരുന്നു എനിക്കറിയില്ല, വ്യൂവർ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ടേ സംസാരിക്കും. എനിക്ക് അവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ല, അവർക്ക് എന്നും ദുഃഖമാണ്, ഇങ്ങനെ. ഞാൻ പറയുന്നത് ആർക്കാണ് ചാലഞ്ചസ് അല്ലെങ്കിൽ വിഷമങ്ങൾ ഇല്ലാത്തത്? എല്ലാവർക്കും അവരുടേതായ വിഷമങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ആ എനർജിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ആ ഒരു എനർജി തന്നെയാണ് എപ്പോഴും ഉണ്ടാകുള്ളൂ എന്ന് വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അനുഭവങ്ങളും അതേ തരത്തിലായിരിക്കും. അത് മാറ്റിയെടുക്കാനാണ്, മാറ്റി പുതിയ രീതിയിൽ ചിന്തിക്കുന്നതിനും ഈ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുമാണ് ഇത്തരത്തിലുള്ള റീഡിങ്സ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആ ഒരു ഓപ്പൺനെസ്, ആ സ്വീകാര്യത നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതില്ലാതെ എപ്പോഴും ഇങ്ങനെ വിഷമങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ പലപ്പോഴായിട്ട് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെ മാറി ചിന്തിക്കൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇതിൽ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്യൂ. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. കാരണം ഒരിക്കൽ ഞാൻ അവരോട് അത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇനി കമന്റ്സ് ഇടാനായിട്ട് പാടില്ല, നിങ്ങൾ വളരെ നെഗറ്റീവ് ആയിട്ടാണ് കമന്റ്സ് ഇടുന്നത്, നിങ്ങൾ ഒരു തരത്തിലും ഗൈഡൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അത് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഇപ്പോഴൊരു കമന്റ്സ് ഇടുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കമന്റ്സ് ചെയ്യുമ്പോൾ ഞാൻ 2 വട്ടമൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് എഴുതിയിടുക. ഓക്കെ, നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരും. പക്ഷെ നമ്മളത് അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഒരു ഇതും കൂടി ചിന്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഞാൻ ആളൊരിക്കലും ഈ പറഞ്ഞ പോലെ ഇതേ വിഷമം ഭയങ്കര ഒരു എന്താ പറയാ ട്രാജിക് ആയിട്ടാണ് ആളുടെ എല്ലാ കമന്റ്സും. ഓക്കെ, അത് ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല, വേറെ ഒന്നുമല്ല, അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പം ഞാനത് ഇതിലും വളരെ നോർമൽ ആയിട്ട് അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ മാറി ചിന്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റ്സ് ഇടുന്നത് ഒഴിവാക്കുക. കാരണം ആ കമന്റ്സ് ഇടുമ്പോഴും അവര് സ്വയം ആ എനർജിനെ അട്രാക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? പക്ഷെ ആ പറഞ്ഞപ്പോ പിന്നത്തെ അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. അതുവരെ ഭയങ്കര ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന ഒരാൾ പറയുന്ന പോലെ പറഞ്ഞിരുന്ന കക്ഷി ഒറ്റടിക്ക് മാറി, അവരുടെ ടോണിൽ ഡിഫറൻസ് വന്നു, അവർ പറയുന്ന രീതിയിൽ ഡിഫറൻസ് വന്നു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് അവരുടെ സ്ട്രാറ്റജിയാണ്. മനസ്സിലായോ? അതായത് യൂട്യൂബിലൊക്കെ നമുക്ക് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉള്ളതാണ്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് പല ഇതിലും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓരോ വീഡിയോസും അത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കുന്നതും ഒക്കെ നമുക്ക് കിട്ടുന്ന വ്യൂസ്, എൻഗേജ്മെന്റ്സ്, ഏത് തരത്തിലുള്ള കമന്റ്സ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വീഡിയോനെ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കുക. ഒക്കെ ഈ അൽഗോരിതം ബേസ്ഡ് ആണ്. മനസ്സിലായി? അപ്പൊ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. കാരണം അവർക്ക് മാറണമെന്നില്ല, അവര് എപ്പോഴും ഒരേ കമന്റ്സ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെയല്ല, മാറി ചിന്തിക്കൂ, ഇങ്ങനെയാണ്, നിങ്ങൾക്ക് മാറ്റം വേണ്ടേ, അങ്ങനെ പറഞ്ഞിട്ടാണ് പറയണേ. പക്ഷെ ആളെപ്പോഴും പഴയ രീതിയിൽ തന്നെ, ആള് മാറണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു സ്ട്രാറ്റജി ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വളരെ വ്യത്യസ്തമായ വിചിത്രമായ ആളുകളെയൊക്കെ നമുക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ അതിനേക്കാൾ ഇതായിട്ട് വളരെ സ്നേഹമുള്ള, വളരെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കമന്റ്സ്, അതായത് ഇപ്പൊ ഒരു 100 കമന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 90, 92 കമന്റ്സ് എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ. ബാക്കിയുള്ള കുറച്ചാണ് ഈ പറയുന്ന രീതിയിൽ വരുന്ന കാറ്റഗറിയിലുള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ അറിയിക്കുകയാണ്, മാന്യമായിട്ട് കമന്റ്സ് എഴുതാൻ പറ്റുന്നവർ മാത്രമേ എഴുതുക, അല്ലാത്തവരെ എഴുതണ്ട. ഓക്കെ, എന്തിനാ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നു, എന്റെ സമയം വേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ അനാവശ്യം പറയുമ്പോൾ അതെല്ലാവരും കേട്ടിരിക്കാൻ താല്പര്യപ്പെടില്ല, അവരുടെ സമയം വേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വളരെ ഒരു കോമൺ പോയിന്റിൽ എത്താം, ആദ്യം സമയം വേസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ അത് എഴുതിടാതിരിക്കുക, കാണാതിരിക്കുക. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക, ഇതിനെ കണക്ട് ചെയ്യുന്നവർ മാത്രം ഇത്തരത്തിലുള്ള റീഡിങ്സ് കാണുക. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. അതുപോലെ തന്നെ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം, ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ചൂട് കാരണം കണ്ടു അതിന്റെ ഏറ്റൊക്കെ ഇങ്ങനെ വാടി തുടങ്ങി. വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കണേ, എന്നാൽ പോലും ചൂട് കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഈ ഒരു കാലത്ത് ഉണ്ടാവുന്ന പൂവും ഇതാണ്. അപ്പോ നമുക്ക് ആദ്യം തന്നെ
അടുത്ത 3 മാസത്തിനുള്ളിലുള്ള നിങ്ങളുടെ കരിയറിന്റെ ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഉണ്ടാകാൻ ഉള്ള അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എനർജറ്റിക്കൽ ഒരു ഓവറോൾ എനർജറ്റിക്കൽ ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അതാണ് ആ വാക്കന്നെ ഇങ്ങനെ വായിൽ വരുന്നത്. Okay, clarify the 6 of coins. Clarify the 9 of wands. Talk about the shift. ഡെത്ത് കാർഡിലാണ് അവസാനിക്കുന്നത്. മാറ്റങ്ങൾ കാണുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു കണ്ടീഷൻ ഉണ്ട് അതിന്. നിങ്ങൾ എന്ത് എനർജിയാണോ അടുത്ത 3 മാസത്തിൽ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അത് തന്നെ എന്താ പറയാ അളവിലും തൂക്കത്തിലും വ്യത്യാസം ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോ അവിടെ നിങ്ങൾ വളരെയധികം കരിയറിൽ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ച് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ഓൾറെഡി ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചാലഞ്ചസ് ഉണ്ട്, സ്ട്രഗിൾസ് ഉണ്ട് എങ്കിൽ ആ ഫേസ് ഇവിടെ അവസാനിക്കുന്നുണ്ട്. അടുത്ത 3 മാസത്തിൽ ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് നിങ്ങൾ മാറുന്നു, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നു, പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നുണ്ട്. ആ പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പഴയ അധ്യായത്തിലെ എനർജീസും കൊണ്ട് പോവാതിരിക്കുക, അതിനെ റിലീസ് ചെയ്യുക. ഓക്കെ, അത് റിലീസ് ചെയ്യേണ്ടത് റിലീസ് ചെയ്യുക, ആ പാഠങ്ങൾ മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ സ്ട്രഗ്ലിങ്ങിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വെരി ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം, വെരി ലാസ്റ്റ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എന്താ പറയാ ഇത്രയും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് വന്നതാണ് അല്ലെ. ഈ ലാസ്റ്റ് മിനിറ്റ് കീഴടങ്ങാതിരിക്കുക, വിട്ട് കളയാതിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ഇത് അധികം നാളില്ല ഈ ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത 3 മാസത്തില് ഈ ഷിഫ്റ്റ് ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട്. ഗ്രൗണ്ടഡ് ആയിരിക്കുന്ന ഒരു എനർജി കാണുന്നു. നിങ്ങൾ കുറേ കൂടെ കരിയറിൽ ഓർഗനൈസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ ഇവിടെ ഇതാണ്, അതായത് നിങ്ങൾ എന്ത് എനർജിയാണോ അതിലേക്ക് കൊടുക്കുന്നത്. കരിയറിൽ നിങ്ങൾ കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, കരിയറിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങൾക്ക് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹാപ്പിനെസ് കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഹയർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ് ആയിരിക്കുന്നത്. അപ്പൊ ആ ഹയർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലുള്ള എനർജീസ് തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് കരിയറിൽ അടുത്ത 3 മാസത്തില്. അല്ല നിങ്ങൾ അതേസമയം ഈ സ്ട്രഗിൾസിലും ഒക്കെ ഫോക്കസ് ചെയ്ത് കൃത്യമായി ഓർഗനൈസ്ഡ് ആകാതെ ഒക്കെ ഒരു ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലുള്ള എനർജീസിനെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് എനർജിയാണോ പ്രൊജക്ട് ചെയ്യുന്നത് അത് തന്നെ ആ സെയിം എമൗണ്ട് ഓക്കെ ആ അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. അങ്ങനത്തെ ഒരു സമയമാണ് നിങ്ങളുടെ കരിയറിൽ അടുത്ത 3 മാസം. Clarify the Knight of Wands. Clarify the Magician. Chariot. Okay. ഒരു ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് കാണുന്നുണ്ട്, അതായത് മുന്നോട്ട് പോകും, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. ഒരു അത് കൂടുതൽ സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി തരുന്നതായിരിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ട്, ചില അവസാനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ മെറ്റീരിയലൈസ് ചെയ്യുന്നത് കാണുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതേപടി സംഭവിക്കാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു എനർജി കാണുന്നുണ്ട്. കുറേയും കൂടെ നിങ്ങൾ എന്താ പറയാ ഒരു കോൺഫിഡൻസോട് കൂടെ നിങ്ങൾ കരിയറിലായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നേരത്തെ ഇവിടെ പറഞ്ഞ സെയിം എനർജിയാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്നത്, എന്ത് കാര്യത്തിലാണോ കരിയറുമായി ബന്ധപ്പെട്ട് ഏതൊരു എനർജിയിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഏതൊരു എനർജിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്, ആ എനർജി തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റോ എനർജിയാണ് ഞാൻ പറയുന്നത്. അതിനൊരു മാസ്റ്റർ മാനിഫെസ്റ്റോ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു അത് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, മാസ്റ്റർ മാനിഫെസ്റ്റോ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അത് അട്രാക്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്യും. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ആരെയും പഠിക്കാൻ പറ്റില്ല നിങ്ങളല്ലാതെ. ഓക്കെ, പിന്നെ കുറേയും കൂടെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില അല്ലെങ്കിൽ പല
സന്ദർഭങ്ങൾ അല്ലെങ്കിൽ കരിയറിൽ ഉണ്ടാകുന്ന പല ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ചസ്, റീഡയറക്ഷൻസ്, ഇതിനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല എന്ന് കാണുന്നു. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഡെഫിനറ്റ്ലി ജഡ്ജ്മെന്റും അതുപോലെ തന്നെ അണ്ടർലൈങ് എനർജി ചാരിറ്റ് ആകുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ കരിയറിൽ ഇനിയുള്ള 3 മാസത്തില് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. യെസ്, ഫാസ്റ്റ് പേസ്ഡ് പോസിറ്റീവ് ചേഞ്ച് ആണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അടുത്ത 3 മാസത്തില്. ഓക്കെ, ഇനി ഓവർസീസ് നോക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി വിഷ് ഫുൾഫിൽമെന്റ്, ഒരു ഹീലിംഗ് എനർജി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് പ്രകാരം ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ റീഡയറക്ഷൻ കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് ആയിരിക്കും. ഓക്കെ, ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഓർക്കുക. അപ്പൊ നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് എനർജിയിലാണ്, നിങ്ങൾ എന്താണ് കൂടുതൽ ചിന്തിക്കുന്നത്, ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ, പറയുമ്പോൾ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ, കരിയറിനെ കുറിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ, കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അവിടെ പ്രതീക്ഷയാണോ ഉള്ളത്, അതോ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയാണോ, ഓക്കെ, ഒരു നിരാശയാണോ ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ എന്ത് എനർജിയിലാണോ അത് നിങ്ങളെ അട്രാക്ട് ചെയ്യും. അത് അതേപടി തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷനും സമയമായിരിക്കുന്ന ഒരു അങ്ങനെ ആ ഒരു ടൈമും കൂടിയാണ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ കരിയറിലെ. അത് ദയവ് ചെയ്ത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ നിങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ആ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ടേണിംഗ് പോയിന്റ്, ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള നല്ല കാര്യങ്ങളെ, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകേണ്ട പോസിറ്റീവ് വഴിത്തിരിവിന് ഒരു തടസ്സം വരുത്താതിരിക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിനാണ് പറയുന്നത് കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക, പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കൂ. ഡെഫിനറ്റ്ലി ഒരു യാത്ര, റീലൊക്കേഷൻ. അപ്പൊ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ മാറുന്നു. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ കരിയറിലായിട്ടിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറുക തന്നെയാണ്. ഓക്കെ, ഒരു ട്രാവൽ, റീലൊക്കേഷൻ, പോസിബിളി ഒരു ഓവർസീസ് ട്രാവൽ ആയിരിക്കാം, അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങളുടെ കംഫർട്ട് സോൺ ഒക്കെ നിങ്ങൾ വിട്ട് ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പൊ അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, കംഫർട്ട് സോണിൽ ആയിരിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകാം. അപ്പൊ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ അതിന് ആ മാറ്റം വേണ്ട എന്ന് തോന്നാനൊക്കെ ഒരു കാര്യം ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇനിയും നിങ്ങൾ ആയിരുന്നാൽ നിങ്ങൾ വളരില്ല. നിങ്ങൾ കരിയറിൽ ഒരുപാട് വളർച്ച, ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തേണ്ട ഒരാളാണ്, ഉന്നതിയിലെത്തേണ്ട ഒരാളാണ്. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ആ ഒരു എന്താ പറയാ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കണം. അല്ലാതെ ഇനിയൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് ഒരു ഓവറോൾ എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനിയുള്ള അടുത്ത 3 മാസത്തിനുള്ളിൽ ഗ്രൂപ്പ് 3യുടെ കരിയറുമായി ബന്ധപ്പെട്ട് കരിയറിൽ അവർക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാം. Clarify the 5 of Cups. Okay, clarify the strength, Two of Cups, clarify the Cups. Clarify the Queen of Pentacles. Clarify the Temperance. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് കാണുന്നുണ്ട് കേട്ടോ. അതൊരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് ആ ഒരു എൻഡിങ്, വാട്ട് എവർ ദാറ്റ് ഈസ് എൻഡിങ്, അത് നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള കരിയറിൽ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ പൊസിഷൻ ഉണ്ട്.
അവിടേക്ക് എത്തിക്കുന്നതിനാണ് ഈ ഒരു എൻഡിങ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു എൻഡിങ് നിങ്ങളെ വേദനിപ്പിക്കാം. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോൺ ആണ് അവിടെ എൻഡ് ആകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കംഫർട്ട് സോണിന് പുറത്ത് കടക്കുന്ന അല്ലെങ്കിൽ കംഫർട്ട് സോൺ ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പൊ ആ കംഫർട്ട് സോൺ ആയതാണ് നിങ്ങളുടെ ഇതിൽ നിന്ന് പോകുന്നത്. ഓക്കെ, നിങ്ങൾ അതിനെയാണ് ഉപേക്ഷിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് അതേസമയം നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ കരിയറിൽ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനെ കാണണേ. കാരണം നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ഓക്കെ, കംഫർട്ട് സോൺ വിട്ടു പോകുന്നതിന്റെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും അതേസമയം നിങ്ങൾക്ക് അതിനോടൊപ്പം ഉണ്ടാകുന്ന തിരിച്ചറിവാണ് നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു 3 ഓഫ് കപ്സ് നമുക്ക് കാണിക്കുന്നത് ഒരു പ്രോഗ്രസ്. ഓക്കെ, ഒരു പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെലിബ്രേഷൻ ഇൻ ദ സെൻസ്, ആ ഒരു മാറ്റം, ആ ഒരു പുരോഗതി എന്ന് പറയുന്നത് നിങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട് നിങ്ങളുടേതായ രീതിയിൽ. ഓക്കെ, അതിന്റെ സന്തോഷം നിങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ പുരോഗതി ഉണ്ടാകുന്നതിന്റെ സന്തോഷം നിങ്ങൾ പങ്കുവെക്കുന്നു. പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം കേട്ടോ. സഡൻ ഷിഫ്റ്റ് ആണ്, കവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്നുള്ള മാറ്റമാണ്. പക്ഷെ ഈ ഒരു മാറ്റം കരിയറിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയാണ് കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റെബിലിറ്റി, നിങ്ങൾ കൂടുതൽ സ്റ്റേബിൾ ആകുന്നു നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ടെമ്പററി പൊസിഷനിലിരിക്കുന്ന ആൾക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ അവർക്ക് ഒരു പെർമനന്റ് പൊസിഷനിലേക്ക് അവർ എത്തുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു 3 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നു, അവർ അതിന് അപ്ലൈ ചെയ്യുന്നു, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് കിട്ടുന്നു. അപ്പം ഈ 3 മാസത്തിന് മുൻപ് ടെമ്പററി പൊസിഷനിലായിരുന്ന ആള് പക്ഷെ അവിടെ ഇപ്പൊ ഒരു കുറെ കൂടെ കംഫർട്ടബിൾ ആയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഓക്കെ, അവിടെ കൂടുതൽ കരിയർ സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കംഫർട്ട് സോണിൽ അവർ പുറത്ത് കടന്നതാണ്. അതാണ് അവരുടെ ഒരു വിഷമമായിരിക്കുക. പക്ഷെ അത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷമമല്ല, അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ആ ഒരു എൻഡിങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഈ എൻഡിങ് നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, ഈ എൻഡിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഒരു കുറേം കൂടെ കരിയറിൽ സ്റ്റെബിലിറ്റി ആണ് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുക. പെട്ടെന്നുള്ള ഷിഫ്റ്റ് ആണ്. അപ്പൊ ആ മാറ്റത്തിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. സറണ്ടർ ആകുക ആ മാറ്റത്തിനോട്. നിങ്ങൾ അതിൽ സമർപ്പിക്കുക, ആ മാറ്റത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. അല്ലാതെ അതിനെ തടയാനോ അതിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇത് ഡിവൈൻ പ്ലാനിങ് പ്രകാരം ഡിവൈൻ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റിന്റെ ഒരു കളി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായ ഒരു എനർജിയിൽ നിങ്ങൾ ആയിരുന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഡിവൈൻ പ്ലാൻ പ്രകാരം ഡിവൈൻ ടൈമിങ്ങിലാണ് ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ ഒരു സ്വസ്ഥമായ ഒരു സമയം, കൂടുതൽ ഒരു സന്തുലിതാവസ്ഥയൊക്കെ നിങ്ങളുടെ കരിയറിലേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്നുള്ള പുരോഗതി, മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറേയും കൂടെ നിങ്ങളുടെ ആ കരിയറിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്തിച്ചേരുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പുരോഗതിയൊക്കെ കൈവരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ഇമോഷണലി സംതൃപ്തിയും സന്തോഷം നൽകുന്നതാണ് ഈ ഒരു മാറ്റം എന്ന് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു കംഫർട്ട് സോൺ, അതായത് ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് സ്റ്റാർട്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും പരിചയമില്ലാത്ത ഒരു എൻവയോൺമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് തീരെ പരിചിതമല്ലാത്തൊരു വർക്കിംഗ് എൻവയോൺമെന്റിലേക്കാണ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ഒരു എൻവയോൺമെന്റിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അടുത്ത 3 മാസത്തിൽ. അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അണ്ടർലൈങ് എനർജി ഡബിൾ ആണ്. അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ അതുപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ, അതിൽ തന്നെ സറണ്ടർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്നും ഇൻസെക്യൂരിറ്റീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സ്വതന്ത്രമാകാൻ സാധിക്കും. കാരണം ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്തിനൊക്കെ കേപ്പബിൾ ആണ്, നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച്, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ നിങ്ങൾ പുറത്ത് കടന്നിരിക്കും. ഓക്കെ, ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല എന്നും കൂടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇതിലൂടെ എന്താ പറയാ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തിലൂടെ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ റിവാർഡ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഈസി ഗോയിങ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഈ മാറ്റം വളരെ എന്താ പറയാ നല്ലതാണ്.
ഒരുപാട് വളർച്ച കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിക്കും നിങ്ങളുടെ കരിയറിലും ഒക്കെ അത് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അപ്ഗ്രേഡ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ സ്വീകരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ സറണ്ടർ ആവാൻ മുന്നോട്ട് പോകുക. കുറെ കൂടെ മെച്ചുവർ ആയിട്ട് ഈ സിറ്റുവേഷനെ നിങ്ങൾ പക്വതയോട് കൂടെ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. അപക്വമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ വിട്ട് വരാതിരിക്കുക. എന്താ പറയാ, എനിക്ക് കംഫർട്ട് സോൺ ഇതാണ്, അപ്പൊ ഇതിൽ തന്നെ ഞാൻ തുടരുള്ളൂ. അത് ചിലപ്പോൾ തീരെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു കാര്യമായിരിക്കും. പക്ഷെ എന്നാലും അതെന്റെ കംഫർട്ട് സോൺ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിൽ തന്നെ എന്താ പറയാ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം, അതൊക്കെയാണ് അപക്വമായിട്ടുള്ള രീതികൾ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ക്യാപ്സ്യൂൾ ഗ്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പറക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിട്ട് തിരികെ വരാം. ഓക്കെ, നിങ്ങൾ മകരമാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. നിങ്ങൾക്ക് മീനം രാശിയിൽ വൃശ്ചിക രാശിയിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. അതായത് പൈസീസ്, സ്കോർപ്പിയോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സോഡിയാക് സൈൻ സൺ മൂൺ റൈസിങ് മീനം രാശി അല്ലെങ്കിൽ വൃശ്ചിക രാശിയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ജനിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് അത്തം, ചോതി, പുണർദം, രോഹിണി, ഉത്രം, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജനന തീയതി 11, 15, 22, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളായിരിക്കാം. ധ, ഉ, ഇല്ല, ഉ, ഓ, ഞാൻ ഓ ന്റെ ദീർഘവും ഊവും കൂടെ കൂട്ടി വെച്ചതാണ്. ധ, ധ, ഇ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.